നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും ഒരുവിധപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വടാപ്പാവ്. അപ്പോൾ വടാപ്പാവ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിലെ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വടാപ്പാവ് ടേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്ത് സംഭവം എന്നുള്ളൊരു അതിശയമായിരുന്നു. കാരണം നമ്മളൊരു ബോണ്ട പാവ് ബൺ അതിൻ്റെ ഉള്ളിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ട് ഫില്ലിങ് ശരിക്കും സാൻഡ്വിച്ച് തന്നെ. അപ്പൊ ഇപ്പൊ വടാപ്പാവ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഒത്തന്റിക് ആയിട്ടുള്ള വടാപ്പാവ് ആണ്. അതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഗാർലിക് ചട്നി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഗാർലിക് ചട്നി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അത് വേറെ ദിവസം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വടാപ്പാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന നമ്മുടെ പുഡിങ് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത വീഡിയോസ് കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള വടാപ്പാവ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, വീനാസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വടാപ്പാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞ് ജസ്റ്റ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിടാണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ബോണ്ട ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെക്കാം. നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് മതി കേട്ടോ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. അപ്പം അതും കൂടെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയാണ്. വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള കേട്ടോ. വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാവും. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കുറവ് മതി എന്നുണ്ടെങ്കിൽ 2 3 എടുത്താൽ മതിയാകും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അങ്ങ് വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് വാടിയാൽ മാത്രം മതിയാകും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോയിൽ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഉരുട്ടുന്ന സമയത്ത് അതിലുള്ള പച്ചമുളകും ഒക്കെ എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് തന്തുവിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, ഞാൻ ഇനി ഇതിലോട്ട് ഒരു അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അത് ഓപ്ഷനിലാണ്. കായം നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെയും കായത്തിൻ്റെയും ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതായത് 1 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. ഇതിൽ നമ്മൾ മുളക് പൊടി വേറെ പൊടികളൊന്നും ഇടുന്നില്ല. ഇത്ര പൊടികൾ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് വേവിച്ച് ഫോർക്ക് കൊണ്ട് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതിൽ നന്നായി കുക്ക് ചെയ്യണം. അപ്പോഴാണ് ആ പൊട്ടറ്റോയിലേക്കൊക്കെ ഈ മസാലയ്ക്ക് നന്നായി പിടിക്കുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആക്കാൻ പാടില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പൊട്ടറ്റോ കുക്കറിലാണ് കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ഒരു പൊട്ടറ്റോന് പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 പൊട്ടറ്റോ ആണെങ്കിൽ 6 പീസായിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒരു അരിപ്പയിലോട്ട് മാറ്റുക. എന്നിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് അങ്ങ് ഉടച്ചെടുക്കുക. അങ്ങനെയാണ് നമുക്ക് പൊട്ടറ്റോ കുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പക്ഷേ കറിവേപ്പില ഉപയോഗിച്ചു എന്ന് മാത്രം. കറിവേപ്പിലയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പക്ഷേ മല്ലിയില ഇടാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതിന് ബോണ്ട റെഡിയാക്കാനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ബോണ്ട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 ഗ്ലാസോളം കടലമാവ് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ വെച്ചുണ്ടാക്കാം, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കാം. അപ്പോൾ പക്ഷേ ഒത്തൻറ്റിക് രീതി എന്ന് പറയുന്നത് കടലപ്പൊടി തന്നെയാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി
വേണമെങ്കിൽ മാത്രം ഒരല്പം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. വെള്ളം നമുക്ക് നോക്കി ഒഴിക്കണം. ആദ്യം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് കടലമാവിലോട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. 1 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. അത് നോർമലാണ്. പക്ഷേ കുക്ക് ചെയ്ത് വരുമ്പോൾ ആ കയ്പ്പ് രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കണം. ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലുതാക്കാൻ പാടില്ല. കാരണം നമ്മുടെ പാവ് എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പാവ് ബണ്ണ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വലിയ ഉരുളകളാക്കി വേണമെങ്കിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം വലിയ ബോണ്ട ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ എനിക്കൊക്കെ ഇഷ്ടം, പ്രത്യേകിച്ചും ജാനിനും ഇഷ്ടം, ഇതുപോലെ കുഞ്ഞി ഉരുളകളാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉരുളകൾ ഉരുട്ടിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെക്കും. ഉണ്ടകൾ ഉരുട്ടി വെക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി വെക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും ബണ്ണും ഒക്കെ റെഡിയാക്കി വെക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം അസംബിൾ ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിച്ചപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചൂടോടുകൂടി കഴിക്കുന്ന ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ കറിവേപ്പിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഉരുട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊന്നും ഇതിൽ പെടില്ല. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഉരുട്ടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ കുറച്ചും കൂടി നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇച്ചിരി എണ്ണ പരട്ടിയതിന് ശേഷം, അതായത് ഓയിൽ പരട്ടിയതിന് ശേഷം ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം എത്ര ഉരുളകളാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിന് മുമ്പ് ഞാനൊരു ടിപ്പ് പറയട്ടെ. ഈ ഉരുളകളുണ്ടല്ലോ, നമുക്കൊരു 5 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിൽ മുക്കാൻ എളുപ്പമായിരിക്കും. 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ 5-10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലവർക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സോസ് പാനിലാണ് വറക്കുന്നത് കേട്ടോ. എന്താണെന്നറിയാമോ, ഒരുപാട് വലിയ സോസ് പാൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. മാത്രമല്ല ബോണ്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോണ്ട ചെറുതായിട്ട് അതിൽ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണ വേണം. അപ്പോൾ ചെറിയത് കുഴിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് മതി. പക്ഷേ ആ ഒരു വോളിയം വരികയും ചെയ്യും. ചൂടാവട്ടെ, മീഡിയം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഉരുളകൾ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാറ്റർ ലൂസായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ടൈറ്റായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ബാറ്റർ കളഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിടണ്ട. ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തിരിച്ചിടുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പ് അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ എടുത്ത് റെഡിയാക്കി വെക്കാണ്ട് അതിലോട്ട് റെഡി ആയതിന് ശേഷം കോരി മാറ്റി വെക്കാം. ഈ പൊടികളൊക്കെ അതിലേക്ക് അങ്ങ് കോരി മാറ്റിയിടാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളർ, നല്ലൊരു കളർ വരുന്ന ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രെയിനറിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം വടയും തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത്ര റെഡിയാക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഉരുളകളാക്കി ഉരുട്ടി അങ്ങ് വെച്ചാൽ മതി. ബാറ്ററും റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്ത് പിന്നെ നമുക്ക് വടാപ്പാവ് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആലു ബോണ്ടയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളക് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഫൈനലായിട്ട് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക്. പച്ചമുളക് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ അതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് നന്നായി വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായി തുടയ്ക്കുക. വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ചെറിയൊരു എവിടെയെങ്കിലും ഒരു വരഞ്ഞു കൊടുക്കുക. അതായത് ഒന്ന് മുറിച്ച് കൊടുക്കണം. മൊത്തത്തിൽ മുറിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ കുറച്ച് ചെറിയ വരഞ്ഞു വെച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ പച്ചമുളക് ഫ്രൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബോംബ് പൊട്ടുന്ന പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. എണ്ണയും ചുറ്റുപാടും തെറിക്കും. അതുപോലെ തന്നെ ഈ പച്ചമുളക് അങ്ങ് നല്ല ഹൈറ്റിലോട്ട് അങ്ങ് പോകും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ആ പ്രഷർ കാരണം നമുക്ക് നമ്മുടെ മേലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു കുത്തുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ പച്ചമുളകിൻ്റെ, അത് മൂക്കിലോട്ട് അങ്ങ് പോയി 1/2 മണിക്കൂർ നമുക്ക്
ചുമയ്ക്കാനുള്ളതുമായ ചാൻസ് ഉണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അനുഭവിച്ചൊരു കാര്യമാണ്. കാരണം രാവിലത്തെ സമയത്ത് നമുക്ക് 5 മണിക്ക് എണീറ്റ് ഇതൊക്കെ പെട്ടെന്ന് ജോലികൾ ചെയ്യുമ്പോൾ ചില സമയത്ത് തല വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് മറന്നുപോയി ഞാനത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ അടുക്കള മുഴുവനും കൊളായി. തീയില്ലാത്ത അടുക്കളയായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ തീയുള്ള ഗ്യാസ് സ്റ്റവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് 13 ബോണ്ട ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 13 പച്ചമുളകും വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. എന്നാലും ഒന്ന് സൂക്ഷിച്ച് മാറി നിന്നോളൂ. എപ്പോഴാണ് കഷ്ടകാലം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് വേണം. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുമ്പോൾ ഒരു വൈറ്റ് കളർ വരാൻ തുടങ്ങും. ആ സമയത്ത് അങ്ങ് കോരിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് മാറി നിന്നോളൂ, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പകുതി നമ്മൾ നടുവ് കീറിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇത് നമുക്ക് ആ ബോണ്ടയുടെ മേലെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് മുൻപും ഞാൻ ഗ്രീൻ ചട്നി കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രില്ല് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയിൽ ബോംബെ സാൻഡ്വിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് 3 പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. എൻ്റെ പച്ചമുളകിന് അധികം എരിവൊന്നുമില്ല. അപ്പോൾ പച്ചമുളകിന് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതിയാകും. പിന്നെ അതിലോട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മിൻറ്റ് ലീവ്സ് ഒരുപാട് പാടില്ല. കൂടുതൽ വേണ്ടത് മല്ലിയിലയാണ്. ഒരു 10-15 ഇല പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതൊക്കെ നന്നായി വാഷ് ചെയ്യണം. അതിൽ നിറയെ മണ്ണുണ്ടാകും. അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളം കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഇലകളാണ്. ഇതിൽ മഞ്ഞയില ഉണ്ടെങ്കിൽ മഞ്ഞയില പ്രത്യേകിച്ച് കളയാൻ മറക്കരുത്. കാരണം മഞ്ഞയില ഉപയോഗിക്കുന്നത് നല്ലതല്ല, വയറുവേദനയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, ക്യൂമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ക്യൂമിൻ സീഡ്സ് ആയിട്ടില്ലെങ്കിൽ ക്യൂമിൻ പൗഡർ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു നുള്ളു പഞ്ചസാര. ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്, ഒരു നുള്ളു പഞ്ചസാര. താല്പര്യമില്ലെങ്കിൽ ഇടണ്ട, പക്ഷെ നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആദ്യം തന്നെ കോരി ഒഴിക്കാൻ പാടില്ല. ബ്രെഡ് സാൻഡ്വിച്ചിന് ആക്കിയതിനേക്കാളും കൂടുതൽ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് വടാപ്പാവാണ്, അതുകൊണ്ട് മാത്രം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് മാത്രം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, പുളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ചട്നി നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ടാമറിൻ ചട്നിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, അല്പം പുളിയുള്ള, കുറച്ച് എരിവുള്ള ഇംലിക്കി ചട്നി എന്ന് നമ്മളതിന് പറയാം. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട്? ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ സൈസ് പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തു. മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളം കുക്ക് ചെയ്ത് അതിനുശേഷം ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണിത്. കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്, കാരണം കുക്ക് ചെയ്താൽ മാത്രമാണ് ഈ പുളിയുടെ ആ ഒരു പച്ചമണം മാറുള്ളൂ. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈത്തപ്പഴം ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം അതിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് ഒന്ന് നന്നായി കുക്ക് ചെയ്യുക. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈത്തപ്പഴം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈത്തപ്പഴം ഇടുമ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ടാമറിൻ ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതേസമയം ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിന് പകരമായിട്ട് ശർക്കര ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈത്തപ്പഴം വെച്ചിട്ട് ചെയ്യാനാണ്. അതപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഒരു 10 ഈത്തപ്പഴമാണ് കേട്ടോ അത്. നമ്മുടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇച്ചിരി ജ്യൂസ് ഉള്ളതും അത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്. പിന്നെ നമുക്ക് അല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി വേണം. മധുരവും പുളിയും എരിവും ഉപ്പും കലർന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എല്ലാം പാകമാണ്, അതായത് ഉപ്പും പുളിയും എരിവും ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചില ഡേറ്റ്സിന് അധികം മധുരം ഉണ്ടാവില്ല. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് അത് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനിതിൽ 1/4 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചു വന്നപ്പോൾ നല്ല കട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി വടാപ്പാവ് എങ്ങനെയാണ്
ഫൈനലായിട്ട് റെഡിയാക്കാൻ നോക്കുക. അതിനുവേണ്ടി ഞാനിവിടെ 4 പാവ് ബൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെച്ചിട്ട് ഒരു 20 സെക്കൻഡ് ചൂടാക്കിയിട്ടുണ്ട്. വെറുതെ ഒന്ന് ചൂടാക്കി, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഞങ്ങളിവിടെ ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ ധാബയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവർ ചൂടോടുകൂടി ഇങ്ങനെ ഫോയിൽ പേപ്പറിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഡിവൈൻ ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചിലയിടത്ത് ഇത് പച്ച ചട്നിയും അതായത് ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ടമരൻ ചട്നിയാണ് സെർവ് ചെയ്യാറുള്ളത്. അതേസമയം ചില സ്ഥലത്ത് ഗാർലിക് ചട്നി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗാർലിക് ചട്നി ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ജാനിന് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് വീഡിയോ കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഗാർലിക് ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വടാപ്പാവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഗാർലിക് ചട്നി ഇടാം. ഇന്ന് പക്ഷേ ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് ഹാഫായിട്ട് അങ്ങ് മുറിക്കാം. ഓരോ ബണ്ണും അങ്ങ് മുറിച്ച് വെക്കാം. ഇനി ഓരോന്നും നമുക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി നമുക്ക് എടുക്കാം. 2 തരം ചട്നി. നിങ്ങളുടെ അടുത്ത് ഗാർലിക് ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഗ്രീൻ ചട്നി ഇവിടെ വെക്കുക, ഈ സ്ഥലത്ത് ഗാർലിക് ചമ്മന്തി അല്ലെങ്കിൽ ഗാർലിക് ചട്നി വെക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷനിൽ ഗ്രീൻ ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ടാമറൻ ചട്നി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ, എന്തോരം വേണം നോക്കുക. കാരണം ഇതിൻ്റെ ഈ ചെറിയ ഹോളിൽ കൂടെ ഉള്ളിലോട്ടങ്ങ് പൊക്കോളും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബോണ്ട അങ്ങ് എടുക്കുക, അതിങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് 2 ബോണ്ട വേണമെങ്കിൽ 2 ബോണ്ട വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബോണ്ടേ വെക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഇത് വെച്ചങ്ങ് അടയ്ക്കുക. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട വടാപ്പാവ്. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്, അതേസമയം പവർഫുള്ളാണ്. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിക് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു റെസിപ്പിയാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പാവ് ബൺ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പാവ് ബൺ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഓക്കെ, 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2 സ്ലൈസ് അല്ല 4 സ്ലൈസ് ബ്രെഡ് എടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, എന്നാലാണ് ആ കട്ടി ഉണ്ടാവുള്ളൂ, നമുക്ക് ശരിക്കും ആ പാവ് ബൺ കഴിക്കുന്ന ഒരു ഫീല് കിട്ടുള്ളൂ. ഇത് നമ്മുടെ സൂത്രപ്പണികളാണ് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തെ സ്ലൈസിലോട്ട് നമ്മുടെ ഗ്രീൻ ചട്നി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പാവ് ബൺ എപ്പോഴും കിട്ടില്ല. ഇവിടെ ഗ്രീൻ പാർക്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനം, അവർ അധികം വാങ്ങിക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്, നമ്മുടെ അടുത്ത സ്ലൈസ് വയ്ക്കുക, ടമരൻ ചട്നി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നമ്മുടെ 2 ബോണ്ട വയ്ക്കുക കേട്ടോ, കാരണം സ്പേസ് ഉണ്ട്. ഒരു മുളക് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ ഒരു സ്ലൈസിൽ ചമ്മന്തി വെച്ച് അടയ്ക്കുക, അടുത്തതിൽ മറ്റേ ചമ്മന്തി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള വടാപ്പാവ്. ഇത് നമ്മുടെ റിയൽ ആയിട്ടുള്ള വടാപ്പാവ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പം നമ്മുടെ വടാപ്പാവ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പിടി പിടിച്ചാലോ. അപ്പോൾ അങ്ങനെ എടുക്കുക. ചെറിയ ബണ്ണാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് ഈ പച്ചമുളകോടുകൂടി കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് കൊടുക്കണ്ട കേട്ടോ. ഡിവൈൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബണ്ണില്ലെങ്കിൽ അതിൻ്റെ സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക. അപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1:30 അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മളൊക്കെ പണ്ട് ഒരു ജീൻസൊക്കെ നല്ല കിട്ടാൻ വേണ്ടി എന്തോരം കാത്തിരുന്നിട്ട് ഇവിടെ നല്ല ജീൻസിന് കാട്ടി വെച്ചിരിക്കണ ഒരാള് കീറി. പഴയ ജീൻസ് ആണെങ്കിലും കീറി മുറിച്ച് അതുമ്പോ എന്തൊക്കെയോ തേച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് പണിക്കാരെ പോലെ അല്ലേ. ഇതെങ്ങനെ ചെയ്യുന്നത് ക്ലാസ് എടുത്ത് തരുമോ? ഒരു വീഡിയോ ചെയ്യോ? നിന്നെ പോലുള്ള പിള്ളേർക്ക് കൊറേ പണിയെടുത്തിട്ടുണ്ട് ഇതിനെങ്ങനെ ആക്കി എടുക്കാൻ. അപ്പൊ എങ്ങനെ ഒരു ജീൻസിന് ഇങ്ങനെ ആക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടാ. ഷുവർ. ഇതൊക്കെയാണ് അവിയുടെ താല്പര്യങ്ങൾ.